ലീഗൽ സ്ട്രക്ചറിൽ പ്രൊപ്പറേറ്റർഷിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടീഷൻസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ലീഗൽ സ്ട്രക്ചർ ഏത് ചൂസ് ചെയ്യുന്ന സമയത്തും ചില പോയിന്റ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പോയിന്റുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അതിൻ്റെ ലാബിലിറ്റി കോമ്പണൻറ്റ്. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും അൺലിമിറ്റഡ് ലാബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം ഇൻ കേസ് എന്തെങ്കിലും ലാബിലിറ്റി വരികയാണെങ്കിൽ ആ പ്രൊപ്പറേറ്റർ എന്ത് ചെയ്യേണ്ടി വരും? അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റീസ് വരേണ്ടി വരും. രണ്ടാമത്തത് ടാക്സ് ഇംപ്ലിക്കേഷനാണ്. ടാക്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പറേറ്ററുടെ ടാക്സ് ബർഡൻ തന്നെയാണ് പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിന് ഉണ്ടാവുക. അതായത് ഇൻഡിവിജ്വൽ ടാക്സ് ലാബ് എങ്ങനെയാണ്? ഇന്ത്യയിലാണെങ്കിൽ 3 lakh വരെ ടാക്സ് ഇല്ല, 3 to 6 lakh ഇൻഡിവിജ്വൽ. ആ പ്രൊപ്പറേറ്ററുടെ ടാക്സ് ലാബ് തന്നെയാണ് ആ ബിസിനസ്സിന് അപ്ലിക്കബിൾ ആവുക. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ആണ്. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾ മാത്രമാണ് ആ ബിസിനസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ സെപ്പറേറ്റ് കൺട്രോൾ, സെപ്പറേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. ഈ ഓണർ തന്നെയായിരിക്കും കൺട്രോൾ ചെയ്യേണ്ടതും മാനേജ് ചെയ്യേണ്ടി വരിക. നെക്സ്റ്റ് കംപ്ലയൻസും റിക്വയർമെൻറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ. കമ്പാരിറ്റീവ്ലി ഏറ്റവും ലോവസ്റ്റ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ് വരുന്ന ഒരു ഏരിയയാണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളത്. മറ്റേ അഡീഷണൽ പ്രത്യേകിച്ച് നിയമങ്ങളോ കാര്യങ്ങളൊന്നും അതിനില്ല. അതുകൊണ്ട് കംപ്ലയൻസിൻ്റെ ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ അകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണോ പ്രോഫിറ്റ് അത് അയാൾക്ക് എടുക്കാം. ആ പ്രോഫിറ്റ് അയാളുടെ 100% അയാൾക്ക് എൻടൈറ്റിൽമെൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഒരു 5 പോയിന്റുകളാണ് മെയിനായിട്ട് ഒരാൾ പ്രൊപ്പറേറ്റർഷിപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ ലീഗലായിട്ട് എങ്ങനെയായിരിക്കും ഡോക്യുമെന്റേഷൻ? പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ്. ഒരാൾക്ക് സ്വന്തമായിട്ട് എന്തായാലും ആധാറും പാനും ഒക്കെ ഉണ്ടാവും. അയാളുടെ ആധാറും പാനും വെച്ചിട്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്തിട്ട് തന്നെ അയാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ മറ്റ് രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് MSME പോലെ രജിസ്ട്രേഷൻ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കേണ്ടത്? പാർട്ണർഷിപ്പ് ഫേം എന്നുള്ളൊരു ലീഗൽ സ്ട്രക്ചറിലേക്കാണ് ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ മെയിനായിട്ട് നോക്കേണ്ടി വരിക. ഒന്നാമത്തത് അവരുടെ ലാബിലിറ്റി പാർട്ട്. അതായത് ലാബിലിറ്റി എപ്പോഴും ഈ പാർട്ണർഷിപ്പ് ഫേം ആയാലും അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പം അതായത് എത്രയാണോ ആ ഫേമിന് ലാബിലിറ്റി വരുന്നത് അത് പാർട്ട്നേഴ്സ് പേഴ്സണലി ലാബിൾ ആവുന്ന രീതിയിലേക്കാണ് ആ കേസിലും പോകുക. രണ്ടാമത്തത് അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ. ടാക്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേമും ടാക്സ് അടക്കേണ്ടി വരും, അതിൻ്റെ പാർട്ട്നേഴ്സും ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ ഈ 2 ടാക്സ് എന്ത് ചെയ്യാൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പാർട്ണർഷിപ്പ് ഫേം ടാക്സ് അടക്കുന്ന കേസാണെങ്കിൽ ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ ടാക്സ് എക്സെപ്റ്റ് ആണ്. അതേസമയത്ത് പാർട്ണർഷിപ്പ് ഫേം ടാക്സ് അടക്കാതെ ഒരു ഇൻകം ഈ പറയുന്ന പാർട്ട്നേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പാർട്ട്നർ സാലറി ഉണ്ടാവാം, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവാം. ഈ എമൗണ്ടിന് മാത്രമേ എന്ത് ചെയ്യേണ്ടി പാർട്ട്നേഴ്സ് ടാക്സ് അടക്കേണ്ടി വരുന്നുള്ളൂ. പിന്നുള്ളതൊരു നമ്മുടെ നേരത്തെ പറഞ്ഞ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ അവിടെ മാനേജിങ് പാർട്ണർ എന്ന് പറയുന്നൊരു ടീമുണ്ടാവും. അവരായിരിക്കും അതിന് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് നമുക്ക് പാർട്ട്നേഴ്സിനെ ഒരു ഹയറാർക്കി സ്റ്റെപ്പിലായിട്ട് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകിൽ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും, വർക്കിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ഈ മാനേജിങ് പാർട്ണർ അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കും ഡിസിഷൻസ് മേക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് പാർട്ട്നേഴ്സ് സ്ലീപ്പിംഗ്, അതായത് ജസ്റ്റ് അതിൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് പാർട്ടായി നിൽക്കാമെന്നുണ്ടാവും. പിന്നുള്ളത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോർമലി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോയിലായിരിക്കും അവരുടെ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അത് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് പോവുക. ഇനി അതേ സമയത്ത് അതല്ലാതെ വേറെ ഏതെങ്കിലും റേഷ്യോയിലേക്ക് ചെയ്യണമെങ്കിൽ പാർട്ണർഷിപ്പ് ഡീലിൻ്റെ അത് പറഞ്ഞു. അതായത് ഒരാൾ 100% ക്യാപിറ്റൽ ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, പക്ഷേ പ്രോഫിറ്റ് 50% അവർക്ക് മതിയെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. രജിസ്ട്രേഷൻ ഡോക്യുമെന്റേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പിനെ കാട്ടിയും ഒരു സ്റ്റെപ്പ് ഫർദറാണ്. പക്ഷേ മറ്റ് കമ്പനീസ് മറ്റ് സ്ട്രക്ചറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചൊരു ഈസിയാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരിക ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഡ്രാഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് പിന്നെ രജിസ്റ്റർ ഓഫ് ഫേംസ് എന്ന് പറയുന്നതിൽ അത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനൊരു 1000 rupees അല്ലെങ്കിൽ 5000 rupees സ്റ്റാമ്പ് പേപ്പറിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ പാർട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ 5000 rupees സ്റ്റാമ്പ് പേപ്പർ കമ്പൽസറി ആണ്. അപ്പോൾ ഫേമിന് ഡീഡ് ഉണ്ടാക്കുക, അതിന് പാൻ എടുക്കുക. അപ്പോൾ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ കൊടുക്കണം. ഇനി LLPൻ്റെ കേസാണെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും? അത് നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പാർട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തൊരു സ്ട്രക്ചറാണ്. അപ്പം അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഫീച്ചേഴ്സും ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഫീച്ചേഴ്സും കോർപ്പറേറ്റിൻ്റെ ഫീച്ചറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ പറയുന്ന പോലെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ആ എൻറ്റിറ്റിക്ക് എന്തെങ്കിലും ഒരു ലയബിലിറ്റി വരികയാണെങ്കിൽ അത് ആ ലാബിലിറ്റിയുടെ ആ എൻറ്റിറ്റിയുടെ അസറ്റ് കൊണ്ട് തീർക്കണം. അതല്ലാതെ അതിൻ്റെ ഓണേഴ്സിലേക്കോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിലേക്കോ ഒക്കെ ക്യാരി ഓവറായിട്ട് പോകില്ല. അതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ സെയിം ഫീച്ചറാണ് വരിക. ഇപ്പം ടാക്സ് ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്താണോ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻകം ടാക്സിൻ്റെ ലാബിലിറ്റി വരുന്നത് സെയിം സ്ട്രക്ചറാണ് ഇവിടെയും വരിക. ഇനി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ മാനേജിംഗ് പാർട്ണർ എന്നുള്ളൊരു ടീമിനായിരുന്നു പറഞ്ഞത് ബിസിനസ്സൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിന് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയയാണ് വരിക. പിന്നുള്ളത് അതിൻ്റെ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്. അത് MCAയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിൻ്റെതായ കംപ്ലയൻസ് റിക്വയർമെൻറ്റ് പാർട്ണർഷിപ്പ് ഫേമിനെക്കാട്ടും കുറച്ചധികം കംപ്ലയൻസ് ഉണ്ട്. കാരണം അവിടെ ലാബിലിറ്റി ലിമിറ്റ് ചെയ്യണം.
ഓണേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ഓണേഴ്സിന് ഫ്രോഡ് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് ഈ ആൾക്കാർ യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഗവൺമെൻറ് അതിനൊരു കൺട്രോൾ വരുത്താമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി കംപ്ലയൻസിൻ്റെ പ്രോസസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡീഡിൻ്റെ അകത്ത് എങ്ങനെയാണോ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോയിലാവാം, അതല്ലാതെ മറ്റേതെങ്കിലും റേഷ്യോയിൽ ആവാൻ പറ്റും. രജിസ്ട്രേഷൻ എന്തെങ്കിലും അപ്പോൾ LLPയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മിനിസ്ട്രി MCAയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ്. അപ്പം അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ നമുക്ക് ആദ്യം നെയിം അപ്ലിക്കേഷൻ കൊടുക്കണം. രജിസ്റ്റർ ചെയ്താലേ LLP ആവുള്ളൂ. അപ്പം അതിൻ്റെ അത് ഈ പറയുന്ന എല്ലാ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരു DIN നമ്പർ എടുക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ ആ MCAയുടെ കംപ്ലയൻസസ് ഉണ്ട്. നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഓൾമോസ്റ്റ് സെയിം ഫോർമാലിറ്റിയിൽ എന്ത് ചെയ്യണം, ഈ ഡീഡ് അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷെ അവിടെ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്ക് 1000 rupees സ്റ്റാമ്പ് പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LLP സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ നാട്ടിലിപ്പം അവൈലബിൾ ആണ്. മറ്റൊന്ന് 5000 കമ്പൽസറി ആണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഇതിന് 1000 rupees കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, അതിന് കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടീസും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരും. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കുന്നത്? പ്രൈവറ്റ് ലിമിറ്റഡും ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആണ്, ലാബിലിറ്റി ലിമിറ്റഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചർ. അപ്പം നമുക്ക് ഈ ലിമിറ്റഡ് ലാബിലിറ്റി ഫോർമാറ്റുകൾ ആൾക്കാർ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആ സ്ഥാപനങ്ങൾക്ക് വലിയൊരു ലാബിലിറ്റി വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് റിസ്കി ബിസിനസ് ആണ്, അല്ലെങ്കിൽ വലിയൊരു ലാബിലിറ്റി റേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ലിമിറ്റഡ് ലാബിലിറ്റി എൻറ്റിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് LLP ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് പബ്ലിക് ലിമിറ്റഡ്, അത് ലാബിലിറ്റി ലിമിറ്റഡ് ആവുന്നതായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെതും ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ടാക്സ് ഇംപ്ലിക്കേഷനിലാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് റേറ്റ് 25% ആണ്. ഓക്കെ, അപ്പം മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 30 ഉള്ളത് ഇത് 25% ഒരു ബെനിഫിറ്റാണ്. പക്ഷേ അടുത്ത പ്രശ്നം, ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓണേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവരെങ്ങനെ അതിന് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ അതൊരു ഡബിൾ ടാക്സേഷൻ എന്നുള്ളത് വരും. അപ്പോൾ കമ്പനിയും പ്രോഫിറ്റിന് ടാക്സ് അടക്കണം, ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സും അതിന് ടാക്സ് അടക്കണം. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഓണേഴ്സും കമ്പനിയും എൻ്റയർലി സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ് എല്ലാ ആക്ടിൻ്റെ അകത്തുള്ളത്. അതായത് എല്ലാ കേസിലായും, അതായത് ഓണേഴ്സ് ഡിഫറൻ്റ് ആണ്, കമ്പനി ഡിഫറൻ്റ് ആണ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയി തന്നെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് LLPക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LLPയുടെയോ കമ്പനിയുടെ ഒക്കെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, അസറ്റുകൾ ഓൺ ചെയ്യാൻ പറ്റും. കാരണം അതൊരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ലീഗലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് ഫേമിനൊക്കെ എന്താണ്, ഒരു മാനേജിങ് പാർട്ണർ എന്നുള്ളൊരു ക്രൈറ്റീരിയ ആയിരുന്നു. അതിൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അത് പാർട്ട്നേഴ്സിന് കുറച്ചും കൂടി പവർ ഉണ്ടാവും. അതേസമയത്ത് കമ്പനീസ് ആക്ട് 2013 ഗൈഡ് ചെയ്യുന്നതാണ് കമ്പനീസിൻ്റെ രജിസ്ട്രേഷൻ. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡിൻ്റെ അകത്ത് അപ്ലിക്കബിൾ ആവും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സെലക്ട് ചെയ്യേണ്ട മെത്തേഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓൾറെഡി കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മൾ പാർട്ണർഷിപ്പ് ഫേമിലോ LLPയിലൊക്കെ നമുക്ക് ഡീഡിൻ്റെ അകത്ത് പ്രിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് പാർട്ണർ ആക്കേണ്ടത്, ആരൊക്കെ വോട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം. നമ്മുടെ ടേംസ് നമുക്ക് നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ഈ പറയുന്ന 2 LLP ആയാലും പാർട്ണർഷിപ്പ് ആയാലും പറയാൻ പറ്റും. അതേസമയത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ ഓൾറെഡി 2013 ആക്ടിൻ്റെ അകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഇന്നതാണെങ്കിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ അതിനകത്ത് കാര്യമായ വേരിയേഷൻസ് ഒന്നും അലോ ചെയ്യുന്നില്ല. പിന്നുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ കമ്പനിക്ക് നിർബന്ധമായിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് നിർബന്ധമില്ല. കാരണം കമ്പനി ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്തു, അതിന് കമ്പനി ടാക്സ് അടച്ചു. ഇനി എഗെയിൻ ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ആ ഷെയർ ഹോൾഡേഴ്സ് കൂടി അത് നമ്മൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലായിരിക്കും കൊടുക്കേണ്ടത്. നമുക്ക് അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലല്ലാതെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കമ്പനീസിൽ അങ്ങനെ ഒരു ഓപ്ഷനിൽ നമ്മൾ എന്തെങ്കിലും ഷെയർ ഹോൾഡിങ്ങിൻ്റെ പാറ്റേണിലായിരിക്കും ചെയ്യേണ്ടത്. പിന്നെ കംപ്ലയൻസ് റിലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ലാബിലിറ്റി ആയതുകൊണ്ട് ഒരു കംപ്ലയൻസ് കുറച്ചധികം റിക്വയർമെൻറ്റ്സ് ഉണ്ട്.